എഞ്ചിനീയറും മാങ്ങാത്തോലി ഔസേപ്പ് ഒരു കള്ളനാടാ. അവൻ പറയുന്നത് നീ വിശ്വസിക്കുന്നു? ഔസേപ്പ് പറഞ്ഞിട്ടാ അത്രേ പൈപ്പ് വന്നത്. അതിരിക്കട്ടെ, നിനക്ക് എന്നു മുതലാ ടെന്നീസിലൊക്കെ കമ്പം കയറിയത്? അയ്യോ, കമ്പം ഉണ്ടായിട്ടൊന്നും അല്ല. ഞങ്ങളുടെ MD ഒരു ടെന്നീസ് ഭ്രാന്തന. ഏതോ ഒരു തുക്കട ടൂർണമെന്റില് പുള്ളി ഇന്ന് കളിക്കുന്നു. ഓഫീസിലെ മുഴുവൻ സ്റ്റാഫും കളി കാണാൻ ചെന്നില്ലെങ്കിൽ MD പിണങ്ങും. കഴിഞ്ഞ പ്രാവശ്യം കളി കാണാൻ ചെന്നില്ല എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് മാനേജറെ പിരിച്ചുവിട്ട പാർട്ടിയാ പുള്ളി. നിന്റെ MDയുടെ പേരെന്തുവാ? CP മേനോൻ. ഇവാൻ ലണ്ടൻ ബോറിസ് ബക്കർ മാസ്റ്റേഴ്സ് புக்கு விடுமா வேண்டாமா? இல்ல, ஒரு விஷயம் பார்த்துட்டு வாங்கலாம்னு நினைச்சு അങ്ങനെ அப்படி അങ്ങനെ ரொம்ப நேரமா பாத்துக்கிட்டு இருக்கேன். காசு கொடுக்காம படிச்சுட்டே இருக்கிறியே. ஆமா தெரியும். இந்த மாஸ்டர்ஸ் டூர்னமெண்ட் பத்தி எனக்கு ஒரு விஷயம். போயா, காலம் காத்தால சனிய மாதிரி. அட போயா. നിന്റെ സിഗരറ്റ് വലി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ വിശ്വ. ഇതിന്റെ ഒന്നും രസം നിനക്ക് അറിയാഞ്ഞിട്ടാ. മാട്ടുങ്കയിലായിരുന്നപ്പോ ഞാൻ ചരസും പാമ്പും ഉപയോഗിച്ചിട്ടുണ്ട്. കഞ്ചാവ് പിന്നെ ഇഷ്ടം പോലെ. നിനക്കറിയോ, ഞാൻ ബ്രൗൺ ഷുഗറിന്റെ ആശാനായിരുന്നു. നീ വെറും കൊച്ചു പയ്യൻ. അങ്ങനെ എപ്പോഴും നീ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട. എന്റെ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കും. ഇന്ത്യൻ സിഗരറ്റ് ഒന്നുമല്ല, ഫോറിൻ, വിദേശി. മറ്റൊരു സത്യം പറയട്ടെ, ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ട്. സൈമന്റെ സെന്റ് ഓഫ് പാർട്ടിക്ക് ഒരു ഗ്ലാസ് ബിയർ. പണ്ട് കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ആ പീറ പയ്യനൊന്നല്ല ഞാൻ. ഒരു മിനിറ്റ്, ഇത് കണ്ടോ, കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാ. ഇനിയും ബാക്കിയുണ്ട്, ടൈം കിട്ടുമ്പോ വലിക്കും. അയ്യോ, എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. ഈ ഷൂ നീ ഇടാറില്ലേ? ഈ ഷൂ നീ ഇടാറില്ലേ എന്ന്? അതങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഞങ്ങളുടെ കമ്പനി മേക്കാ. സെക്കൻഡ്സിൽ പെട്ടതാ, പാതി കാശിന് കിട്ടി. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഷോട്ട്. ഉഗ്രൻ. താങ്ക് യു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ താങ്കളുടെ ഒരു ഫാനാണ്. ഐ സി. പക്ഷെ ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ 1-2 വർഷമായി വിദേശത്തൊക്കെ ആയിരുന്നു. അതിനു മുൻപ് ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. സാറിന്റെ കളി കണ്ട് അതിശയിച്ചിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. മാത്രമല്ല, ഞാൻ ഈ ക്ലബിൽ മെമ്പറായിട്ട് 6 മാസമേ ആയുള്ളൂ. ആയിരിക്കാം. അപ്പോ 2 വർഷം മുമ്പ് ഞാൻ സാറിന്റെ കളി കണ്ടിട്ടുള്ളത് ഇവിടെ വെച്ചായിരുന്നു. YMCA? എക്സാക്ട്ലി. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, സാറിന്റെ ആ സ്പെഷ്യൽ ബാക്ക് കോർട്ട് സ്മാഷ് ഉണ്ടല്ലോ, മുഖസ്തുതിയല്ല, ഇവാൻ ലണ്ടലിന്റെ തനി പകർപ്പാ. താങ്ക് യു. യുവർ ഗുഡ് നെയിം? ഐ ആം വിശ്വനാഥ്. ഞാൻ എന്നും ടെന്നീസിന്റെ ഒരു ആരാധകനായിരുന്നു. ജപ്പാനിലായിരുന്നപ്പോ വോൾവോ ടൂർണമെന്റിൽ വെച്ചാണ് ലണ്ടലിനെയും മെക്കൻറോയെയും ഞാൻ ആദ്യം കാണുന്നത്. ബോറിസ് ബക്കറിന് കൺസിസ്റ്റൻസി ഇല്ല. പാറ്റ് കാഷ് ഒരു ഫ്ലൂക്കാണ്. യു സെഡ് ഇറ്റ്. ഞാൻ സാറിന്റെയും ടെന്നീസിന്റെയും ഫാനാ. മുറ്റത്തെ മുല്ലക്ക് മണമില്ല. സത്യം പറയാലോ, ഇന്ത്യയിലെ ആളുകളെയും ഇവിടുത്തെ സാധനങ്ങളെയും നമ്മുടെ ആളുകൾക്ക് മതിപ്പില്ല. ലോകത്തിലെ എല്ലാ മാർക്കറ്റുകളിലും ഇന്ത്യൻ സാധനങ്ങളൊക്കെ ചൂടപ്പം പോലെ വിറ്റഴിയും. യെസ്, ഐ നോ. ഞാൻ പല വിദേശ രാജ്യങ്ങളിലും കറങ്ങിയിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. സാറ് നോക്കണം, ഇതൊരു ഇന്ത്യൻ സാധനമാണ്. ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു ഷൂ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. മൊണീക്ക ഷൂസ്. ഞാൻ ജപ്പാനിലെ മിഹോ ഒഹാമയിൽ ഷൂ കമ്പനി മാനേജരായിരുന്നു. അവരുടെ ഷൂ ഇത്രയും വരില്ല. ആരാണ് സർ ഈ മൊണീക്ക ഷൂസിന്റെ ആളുകൾ? എന്തോ അതിരിക്കട്ടെ. ജപ്പാനിലെ മിഹോ ഒഹാമ. ഒഹാമെന്ന് വിട്ടോ? വിട്ടു. എസ്റ്റേറ്റ് നോക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ ഭയങ്കര നിർബന്ധം. മിഹോക്കാര് കരഞ്ഞുകൊണ്ടാ യാത്ര അയച്ചത്. കമ്പനിയെ ഞാൻ അത്രമാത്രം ഉയർത്തി വിട്ടതാണേ. എസ്റ്റേറ്റ് മടുക്കുമ്പോ ഒരു ഷൂ കമ്പനി ആരംഭിക്കണമെന്നുണ്ട്. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ വെറുതെ ഇരിപ്പാണേ. ഓഹോ,
അദ്ദേഹം ഇമ്പോർട്ട് ചെയ്യാറില്ലേ? അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് പോയി. എനിവേ, നൈസ് മീറ്റിംഗ് യു. മിസ്റ്റർ വിശ്വനാഥ്, ഇനി ഞാൻ സത്യം പറയാം. മൊനിക്ക ഷൂസിന്റെ പ്രൊപ്പറേറ്റർ ഞാൻ. ഈസ് ഇറ്റ്? യെസ്. നിങ്ങൾ എന്റെ ഒരു ഫാൻ ആണല്ലോ. യെസ്. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് പരിഗണിക്കണം. തീർച്ചയായും. താങ്കൾ എന്റെ കമ്പനിയെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? കുറച്ചു കാലത്തേക്ക് എന്റെ കമ്പനി മിസ്റ്റർ വിശ്വനാഥൻ മാനേജ് ചെയ്യണം. അത് എസ്റ്റേറ്റ് അച്ഛൻ. നോ നോ, പ്രോമിസ് ഈസ് എ പ്രോമിസ്. യെസ്. സി, യു ആർ എ ഫാൻ ഓഫ് മൈൻ. ആ ഇമ്പോർട്ട് ലൈസൻസ് എനിക്ക് വാങ്ങിത്തരണം. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു. അല്ല, നമ്മൾ രക്ഷപ്പെട്ടു. അത് ലൈസൻസ് വാങ്ങിച്ചുതരാം, പക്ഷേ ജോലി. നോ, യു ആർ അപ്പോയിന്റഡ്. ഹലോ. യെസ് സർ, കമ്മിങ്. മുകുന്ദൻ ഇവിടുത്തെ ഒരു വിശ്വസ്തനായ ജോലിക്കാരനായോണ്ട് ഞാൻ സത്യം പറയാം. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അയാളുടെ കസ്റ്റഡിയിലുണ്ട്. അത് ശരിപ്പെട്ട വി ക്യാൻ കോമ്പീറ്റ് വിത്ത് എനി അതർ കമ്പനി. സർ, പക്ഷേ ആ ലൈസൻസ്. യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഹലോ സർ. അല്ല, നീ ഇദ്ദേഹം ആരാണ് സർ? ദിസ് ഈസ് മിസ്റ്റർ മുകുന്ദ കൃഷ്ണകർത്ത. I see. നമ്മുടെ ഇവിടുത്തെ വളരെ എഫിഷ്യന്റ് ആയ ഒരു എംപ്ലോയി ആണ്. ഞങ്ങൾ വെരി പ്ലീസ് ടു മീറ്റ് യു മിസ്റ്റർ കർത്ത. മിസ്റ്റർ വിശ്വനാഥ്, Yes. എങ്ങനെയൊക്കെ നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താങ്കൾ വേണം നിർദ്ദേശിക്കാൻ. വിശദമായ റിപ്പോർട്ട് എനിക്ക് തരണം. ഓ യെസ് സർ, ഷുവർ ഷുവർ. പിന്നെ എത്രയും വേഗം ഇമ്പോർട്ട് ലൈസൻസ്. ഐ വിൽ മേക്ക് അറേഞ്ച്മെന്റ് സർ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഇത് നിങ്ങളുടെ കമ്പനിയാണ്, ഇവിടുത്തെ വർക്കേഴ്സിന്റെ കമ്പനിയാണ്. സർ സർ, നൗ യു മേ ഗോ. ഹലോ. വിശ്വ വിശ്വ, എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ഇത്? ഇതാണോ നിന്റെ കൂടിക്കാഴ്ച? ബോംബെ, ഡൽഹി, കൽക്കട്ട, ബംഗാൾ. എടാ, ഞാൻ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയോട് എനിക്ക് ആത്മാർത്ഥതയുണ്ട്. ആ നല്ല മനുഷ്യന്റെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യാനാണ് നിന്റെ പുറപ്പാട്. നീ എന്നാണ് ജപ്പാനിൽ പോയത്? നീ ഏത് ഷൂ കമ്പനിയാണ് വർക്ക് ചെയ്തത്? എടാ, ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ബാറ്റയ്ക്കും കറോണയ്ക്ക് പോലും കൊടുത്തിട്ടില്ല. ഈ വഞ്ചന ഞാൻ സഹിക്കില്ല, ഒരു കാലത്ത് സഹിക്കില്ല. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. എല്ലാ സത്യങ്ങളും ഞാൻ മുതലാളിയോട് വെട്ടി തുറന്ന് പറയാൻ പോവാണ്. എന്നാ ചെന്ന് വെട്ടി തുറക്ക്. ഞാനും തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഡ്രൈവറുടെ ഭാര്യയ്ക്ക് പ്രേമലേഖനം എഴുതിയ കാര്യം ഞാനും വെട്ടി തുറന്ന് പറയാൻ പോവാണ്. ചെന്ന് പറഞ്ഞോളാം. പ്രേമലേഖനം അത് ഇതുപോലാണോ? ജപ്പാനിലും കുപ്പാനിലും ഒന്നും ഞാൻ പോയിട്ടില്ല, സത്യം തന്നെ. പക്ഷേ ഇമ്പോർട്ട് ലൈസൻസിന്റെ കാര്യം പറഞ്ഞത് വെറും പരമാർത്ഥമാണ്. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ പറയട്ടെ. നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കമ്പനിയിൽ കയറി കൂടിയത്. അതെങ്ങനെ? എന്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി നിന്റെ ഭാവി, നിന്റെ പ്രൊമോഷൻ. ഇമ്പോർട്ട് ലൈസൻസ് കൊടുത്താലുണ്ടല്ലോ, നിന്റെ MD ഞാൻ പറയുന്നതൊക്കെ പട്ടിയെ പോലെ അനുസരിക്കും. എനിക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ട. ദയവ് ചെയ്ത് നീ ഈ കമ്പനിയെ വെള്ളത്തിലാക്കരുത്. നീ എന്ത് വിട്ടിത്താടായി പറയുന്നത്? ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. ആദ്യം നീ എനിക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കിത്താ. ഒരു അപകടവും ഇല്ലാത്ത രീതിയിൽ ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. വിശ്വ, നീ എന്താ ഈ പറയുന്നത്? മുകുന്ദ, എല്ലാം നിനക്ക് വേണ്ടിയാണ്ട, നിനക്ക് വേണ്ടി മാത്രം. എഴുന്നേക്ക്, നമ്മുടെ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കണം. നമ്മുടെ MDക്ക് കൊടുക്കാൻ വേണ്ടി മനോഹരമായ റിപ്പോർട്ട് ഉണ്ടാക്കിത്താ. ചെല്ല്. മുകുന്ദന്റെ മേലെയാണത്ര അവന്റെ ഉദ്യോഗം. മുകുന്ദൻ ആ കമ്പനി സ്ഥിരമായത് എന്നെ ഈയിടെയാ. ആ കുട്ടിയുടെ ഒരു പെരുമാറ്റവും ആളുകളോടുള്ള ഇടപെടലും. 2000-ന് മേലെയാണത്ര ശമ്പളം. അവന്റെ സാമർത്ഥ്യം എടുക്കും കണ്ടിട്ട് തന്നെയാ. ഇല്ലാണ്ട് ആരെങ്കിലും 2000 ഒക്കെ ശമ്പളം കൊടുക്കൂ? അതിനിപ്പോ ഞാനെന്ത് വേണമെന്നാ? അല്ല, ഞാൻ പറയായിരുന്നു, പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള അച്ഛന്മാരൊന്നും ഇങ്ങനെയല്ല. അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ നമുക്കെന്താ ഉള്ളത്? നാട്ടിലുള്ള വീടും പറമ്പും ഒക്കെ വിറ്റിട്ടല്ലേ ഇത് വാങ്ങിയത്.
ദേ, അവളുടെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ടുള്ള കാശിന്റെ പലിശ കൊണ്ട് ജീവിച്ചൊക്കെ മതി. നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നിനക്ക് മാത്രമല്ല, മോളെ പറ്റി എനിക്കുമുണ്ട് വിചാരമൊക്കെ. ചിലതൊക്കെ ആലോചിച്ചിട്ടുമുണ്ട്. ഉവ്വ് ആലോചിച്ചൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത് പറ. ഏത്? നീ അടുക്കളയിൽ ചെന്ന് വല്ല പാത്രം വെച്ചോണ്ടേ കഴി വയ്ക്ക്. മനുഷ്യന് സ്വൈരം തരില്ല. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. ഒരാഴ്ചയൊക്കെ ഒന്നാണ്. ഒന്നുമില്ല സാർ, സോറി സാർ. പക്ഷേ ഒന്നുമില്ല. റിപ്പോർട്ട് എഴുത്ത് കാരണം നേരം വൈകി. കമ്പനിയുടെ കാര്യമായതുകൊണ്ട് മാത്രമാണ്. മൂന്താ, ഇപ്പോഴും നിനക്ക് എന്നെ വിശ്വാസമില്ലേ? എല്ലാം നിന്റെ നന്മക്ക് വേണ്ടി ആയിരുന്നെന്ന് ഒടുവിലെങ്കിലും നീ മനസ്സിലാക്കും. എന്തോ ആവട്ടെ. ആ പ്രാന്തം വെളി വന്നിപ്പുണ്ട്. നീ എങ്ങോട്ട് അവനെ പറഞ്ഞു വിട്ടെ. ആര്? സുരേന്ദ്രനോ? ആ ഏത് ഇന്ദ്രനോ? ഒരാഴ്ച കഴിഞ്ഞെന്നോ ഒരാഴ്ചക്കകമെന്നോ എന്തൊക്കെ അവൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഇന്നാൾ അവൻ എന്നോട് പറയാ അവനാണ് ഇപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന്. ഞാൻ സമ്മതിച്ചു കൊടുത്തു. അല്ലാതെ എന്ത് ചെയ്യാൻ? അങ്ങനെ വല്ലോ അവൻ പറയുകയാണെങ്കിൽ നീയും സമ്മതിച്ചു കൊടുത്താൽ മതി. പാവം ഭ്രാന്തനല്ലേ. പിന്നെ ഭ്രാന്തന്മാരോട് തർക്കിക്കാൻ നിന്നാല് അവർ വയലന്റ് ആവും, പ്രശ്നമാവും. അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. വിശ്വനാഥ് ഹിയർ. യെസ് യെസ് സർ, യെസ് സർ. റിപ്പോർട്ട് റെഡിയാണോ? ഒന്ന് MD യാ? ഓ, വളരെ വിശദമായ റിപ്പോർട്ടാണല്ലോ. കാര്യങ്ങൾ പഠിക്കാൻ വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിലൊക്കെ ഉറങ്ങാതിരും തയ്യാറാക്കുകയാണ് സർ. വെരി ഗുഡ്. താങ്ക് യു. ഞാൻ ഫ്ലാറ്റർ ചെയ്യല്ല. ഒരുപാട് കാലം ഈ കമ്പനി ജോലി ചെയ്ത ഒരാൾക്ക് ഇത്രയും വിപുലമായ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റൂ? അത് ശരിയാണ് സർ, അത് ശരിയാണ്. ഇറ്റ് ഈസ് റിയലി റിമാർക്കബിൾ. താങ്ക് യു വെരി മച്ച്. അല്ല, ഞാനേ ഇതൊക്കെ നോക്കിയിട്ട് വിശ്വനാഥിനെ വിളിക്കാം. താങ്ക് യു. വിശ്വം, ഇമ്പോർട്ട് ലൈസൻസ് ഉടനടി വേണം. ഇനി ഒട്ടും വൈകൂടാ. സാർ അറിഞ്ഞില്ലേ, ഇവാൻ ലണ്ടൻ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഫൈനൽ TVയിലുണ്ട്. സാർ കാണണം. നമുക്ക് പല പുതിയ ടെക്നിക്കുകളും പഠിക്കണ്ടേ? അല്ല, അതുപോട്ടെ, നിങ്ങളെ ലൈസൻസിന്റെ ആളെ നാളെ തന്നെ വിളിച്ചോണ്ട് വരണം. വൈകിയാൽ ശരിയാവില്ല. അതുകൊണ്ടാ. ഇനി വൈകില്ല സാർ, വൈകില്ല. നമസ്കാരം സാർ. കാലത്ത് മുതൽ എന്റെ കാര്യം ഒരാഴ്ചക്കാവും. സോറി സാർ, പക്ഷെ ഇനി ഇങ്ങനെ വൈകിയാൽ കാര്യം. സാർ സാർ ഞാൻ പറയുന്നൊന്നും കേൾക്കണം സാർ. സാർ 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 ഇതൊന്ന് കേട്ടെ സാർ, പ്ലീസ് സാർ. ഇതെന്താ ഈശ്വര ഇങ്ങനെ? കുമാർ സാബ് എന്നെ സാറേ എന്ന് വിളിക്കരുത്. ഞാനാണ് സാബിനെ റെസ്പെക്ട് ചെയ്യേണ്ടത്, അല്ലേ? ചുമ്മാ ഒരുത്തരം കയറി സാറേ അമ്മാവാന്നൊന്നും വിളിക്കുന്ന സ്വഭാവമല്ല എന്റേത്. പൈപ്പിന്റെ കാര്യത്തിൽ തന്നെ തെരുവാകെ നടുക്കി കളഞ്ഞില്ലേ വിശ്വ സാറ്? അതൊക്കെ കഴിഞ്ഞ കാര്യം. അത് വിടാം. എന്നെ പോലൊരാൾക്ക് ഇടപെടാൻ പറ്റിയ എത്ര പേർ താമസമുണ്ട് കുമാർ സാബ് ആ തെരുവിൽ? സാബ് യുദ്ധത്തിലൊക്കെ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടോന്നോ? കൊള്ളാം. സമോറി പുഴയിൽ സൻഡൂറയ്ക്കും മത്തവാടിക്കും ഇടയിൽ 3 കിലോമീറ്റർ നീളത്തിൽ ഒരു ഗ്രൻ പാലമുണ്ട്. ആ പാലം കേണൽ ഭാട്ടിയയുടെ ഒരു ചെറിയ നോട്ടപ്പശവ് മൂലം പാകിസ്ഥാൻകാരുടെ കയ്യിലായി. ടാങ്കും ട്രക്കും ഒക്കെ കുതിച്ചു കുതിച്ച് കയറുക അതിർത്തിയിലോട്ട്. എന്റെ പൊന്നെ, സെക്കൻഡ് ബറ്റാലിയൻ കിടുകിട്ടാ വിറച്ചുപോയി. ഒടുവിൽ ചരിത്ര വസ്തുതയാ. നായേഴ്സ് പ്ലാൻ എന്നാണ് ആ ഓപ്പറേഷനെ പറ്റി ഇന്നും പട്ടാളരേഖയിൽ കാണുക. തകർത്തു ഞാൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതെ അതെ, ഇത് ഞാനും കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെ പലതും സാബിനെ പറ്റി എന്റെ MDയോട് ഞാൻ കൂട്ടി പറഞ്ഞു. അതൊക്കെ വേറൊരു ഉദ്ദേശത്തിലാ. നല്ല കിളി പോലുള്ള ഒരു മകളുണ്ട് എന്റെ MDക്ക്. സദാനന്ദൻ പെണ്ണ് കെട്ടിട്ടില്ലല്ലോ? ഇല്ല. വരട്ടെ, നമുക്ക് കെട്ടിക്കാം. മനസ്സിലായില്ല. മൊണീക്ക ഷൂസ്
ഇന്ത്യയിൽ ഒന്നാംകിട കമ്പനികളിൽ ഒന്നാണെന്ന് സാബിന് അറിയാമോ? അറിയാം. ആ കമ്പനിയുടെ മുതലാളിക്ക് കുമാർ സാബിന്റെ കുടുംബവുമായി ഒരു ബന്ധം ഉണ്ടായാൽ കൊള്ളാം എന്നൊരാഗ്രഹം. ആ, എന്തൊക്കെയാ വിശ്വം സാറി പറയുന്നേ? സത്യം, ഞാൻ അത്രമാത്രം കുമാർ സാബിനെ പറ്റി എന്റെ MD-യോട് പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ടെന്നർത്ഥം. ഞാൻ കുറച്ച് കൂട്ടിയും പറഞ്ഞു. സാറിന് ലെതർ ഇമ്പോർട്ട് ലൈസൻസ് ഉണ്ട്, എക്സ്പോർട്ട് ഉണ്ട്, ബിസിനസ് ഉണ്ട് എന്നൊക്കെ. വെറുതെ ഒരു വെയിറ്റ് ഇരിക്കട്ടെ, നമുക്കെന്താ നഷ്ടം? ഓ, ഇതൊക്കെ നടക്കുന്ന കാര്യാണോ? അത് സാബ് പറയരുത്. ഒരു കാലത്തും നടക്കുകയില്ലെന്ന് വിചാരിച്ചിരുന്ന വാട്ടർ പൈപ്പ് കണക്ഷൻ വരാൻ പോവുകയല്ലേ? ഓ, ദാറ്റ്സ് റൈറ്റ്. അതുപോലെ ഇതും നടക്കും. എന്റെ കുമാർ സാബേ, ഞാൻ നടത്തും. നായർ സാബ്, ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചുമ്മാ നിന്ന് തന്നാ മതി. 3-ാം തീയതി MD-യുടെ മകളുടെ ജന്മദിനമാണ്. അന്ന് നമ്മൾ അവിടെ പോകുന്നു, MD-യുമായി പരിചയപ്പെടുന്നു. ഇമ്പോർട്ട് ലൈസൻസ്, എക്സ്പോർട്ട്, ബിസിനസ് എന്നൊക്കെ പലതും ഞാൻ പറയും. എല്ലാറ്റിനും കുമാർ സാബ് ചുമ്മാ തലകൂലിക്ക് തന്നാ മതി. സാർ, ഒരാഴ്ചക്ക് എന്റെ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് സാർ എന്താ സാർ ഇങ്ങനെ? സാർ ഇന്ന് എനിക്ക് 2-ലൊന്ന് അറിയണം. കുറെ ദിവസമായിട്ട് എന്നെ മെനക്കെടുക്കുന്നു. സാർ ഒന്ന് നിന്നേ സാർ, പറയട്ടെ സാർ. സാർ